ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുന്നു. ബ്രസീലിന്റെ കുപ്പായിലിട്ടിട്ട് എന്താണെന്ന് വിചാരിക്കുന്നുണ്ടാവും. ബ്രസീലിന്റെ അല്ലേ, അർജന്റീന ഫാനാണ്. അപ്പോൾ അർജന്റീനയുടെ ഒരു ജേഴ്സി വാങ്ങി. അപ്പോൾ ഗുഡ് ഈവനിങ്, ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് വന്നത് അമ്മസംഘടനയിലെ ഒരു വലിയ ഇഷ്യൂ അത് ഒന്ന് സോൾവ് ചെയ്യുന്ന രീതിയിലേക്ക് ഘട്ടത്തിലേക്ക് എത്തിക്കാനാണ്. കാരണം അത് വലിയൊരു ഇഷ്യൂ തന്നെ. നമ്മളെ പബ്ലിക്കിൽ സോഷ്യൽ മീഡിയയിൽ അത് വലിയൊരു ഇഷ്യൂവും കോണ്ടന്റ് ക്രിയേഷൻസും ആയി മാറിയിരിക്കുകയാണ്. അപ്പോൾ അത് വലിയൊരു വ്യത്യസ്തമായ ജോണറിലേക്ക് എത്തുകയാണ്. അതായത് ഒരു ഓഡിയോ ക്ലിപ്പ് വഴി അത് ജനങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ വിശദീകരിച്ച് നമുക്കൊരു ഓഡിയോ ക്ലിപ്പ് പുറത്തു പോയതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. അപ്പൊ ഞാൻ ഇവിടെ വന്നാണ്. അല്ല, അതല്ല, ഞാൻ അങ്ങനെയല്ല, ബോംബെന്ന് ഒത്തിരി വരും എന്നാ ഞാൻ പറഞ്ഞത്. ആ പരിപാടി ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയ ഒരു വ്യക്തിയാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും അറിയാത്ത ഒരു കാര്യം. ഞാൻ സ്ട്രേറ്റ് ഫോർവേഡാണ്, എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഞാൻ പറയുന്നു, ഒരു അമ്മ സംഘടന പ്രസിഡന്റ് സംസാരിക്കേണ്ട രീതിയാണ്. ആണായാലും പെണ്ണായാലും ഈ ടോക്കിലല്ല, സ്വയംഭമായിട്ടിങ്ങനെ സ്വരസംസാരം. എന്തിനാണ് ഇങ്ങനെയൊക്കെ ടോക്ക് ചെയ്ത് ജനങ്ങളെ കബളിപ്പിക്കുന്നത്? ഇത് ഇവർ അറിയാത്തതുപോലെ ബിഹേവ് ചെയ്യാണ്. എൻ്റെ ഭർത്താവ് മുംബൈയിൽ നിന്ന് വരുന്നതും കാത്തിരിക്കുന്നു. അങ്ങനെ തന്നെയല്ലോ റിയാലിറ്റി പോകുന്നത്. ഈ രാജ്യം ഇങ്ങനെയല്ലേ സംഭവിക്കുന്നത്? ഈ രാജ്യത്തിൻ്റെ കോൺഫിഡൻസ് ആണല്ലോ. എങ്ങനെയാണോ ഒരമ്മ സംഘടന നയിക്കുന്നത്? വോട്ട് ചെയ്ത് കൊണ്ടെത്തിച്ചല്ലേ ഈ ചേതാമേനം. ഈ ലേഡിക്ക് അമ്മ സംഘടനയെക്കുറിച്ച് നിലപാടില്ല, വ്യക്തിത്വമില്ല, വിവേകമില്ല, അറിവില്ല. ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. വെറും വീട്ടുകാര്യങ്ങൾ മാത്രമേ ഈ ലേഡിക്ക് ചർച്ച ചെയ്യാൻ അറിയൂ. ഇവരെ പുറത്തവരെ പിടിച്ച് സംഘടനയുടെ തലപ്പത്തിരുത്തൽ. നോ, ഇനിയും ആ തെറ്റ് ഉപയോഗിക്കരുത്. കാരണം ഇതിങ്ങനെ തന്നെ തുടർന്നാൽ ഈ സംഘടന നിലച്ചു. അത് സംഭവിക്കാതിരിക്കാൻ ഷോർട്ട് ഫിലിം ആർട്ടിസ്റ്റും CAWA സംഘടന രൂപീകരണത്തിൽ കൂടെ നിൽക്കുന്ന ഒരു പുതിയ സംഘടന രൂപീകരണ ആളാണെന്ന നിലയിൽ ഞാൻ പറയാണ്, ഇത് വലിയൊരു അപരാധമുള്ള ഓഡിയോ ആണ്. ഈ ഓഡിയോ ജനങ്ങൾ ലീക്ക് ചെയ്ത് നടന്നാൽ തന്നെ അപ്പം തന്നെ അത് സോഷ്യൽ അലിഗേഷൻ ഇഷ്യൂസുമായി മാറുക തന്നെ ചെയ്യും. ഇത് സോഷ്യൽ റിലീസാണ്. അത് നമുക്കൊന്ന് പറയാം. അതിനെക്കുറിച്ച് നിശാരടി പറയുന്ന കാര്യങ്ങളൊന്ന് പറയാം. നമ്മളൊരു രമ്യതയിൽ എത്തിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വർത്തമാനം പറയുന്ന അനുരഞ്ജന സംസാരങ്ങളുടെ ഓഡിയോ പുറത്തു വന്നതിൽ പുറത്തു വിട്ടതിൽ എനിക്കൊരു വേദന. അമ്മ സംഘടന 12 വയസ്സായ സംഘടനയെ കോടതിയിൽ എത്തിക്കണം എന്നൊരു ആഗ്രഹം എനിക്കില്ലായിരുന്നു. അത് പരിഹരിക്കണം. ഞാൻ സംസാരിക്കാമെന്ന് ഓർത്തു. ഞാൻ അങ്ങനെ എൻ്റെ ആദ്യത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത്, ഞാൻ ശ്വേതയോട്, അൻസമിയോട്, ടിനിയോട്, അവരുടെ അഡ്വക്കേറ്റുമാരോട്, മല്ലിക ചേച്ചിയോട്, ലക്ഷ്മി പ്രിയയോട്, ഞാൻ ഇവരോട് എല്ലാം മണിക്കൂറുകണക്കിന് സംസാരിച്ചു എന്നാണ് ഞാനത് പറഞ്ഞത്. അങ്ങനെ മണിക്കൂറുകണക്കിന് സംസാരിച്ചതിന് ഒരു ഓഡിയോ ആണ് ഇന്ന് ലീക്ക് എന്നാണ് നിങ്ങൾ വാക്ക് ഉപയോഗിക്കുന്നത്. ലീക്കല്ല, റിലീസാണ്. ലീക്ക് റിലീസും വ്യത്യാസമുണ്ടല്ലോ. റിലീസാണ്. അതിന്റെ ഓഡിയോ ക്വാളിറ്റിയുടെ വ്യത്യാസം. എൻ്റെ ഫോൺ ടോണും ബാക്കി ലൈവ് ടോണും കേട്ടത് എവിടുന്ന ലീക്കായെന്നൊക്കെ
ഹലോ, ഇതൊക്കെ ഇത്ര നിസ്സാരമാണ്. പിഷാരടി ഒരു MLA ജനങ്ങൾ വോട്ട് ചെയ്യിപ്പിച്ച് ഭരണസങ്കല്പത്തിൽ ഇരുത്തിയത് UDFന്റെ ഒരു പവർ പാലക്കാടിന്റെ സ്ഥാനാർത്ഥി അമ്മ സംഘടന വിഷയം പോലും സിനിമാ വിഷയം പോലും സംസാരിക്കില്ല എന്ന് പറഞ്ഞ പിഷാരടി അവിടെ പോയിട്ട് ഇങ്ങനെ തേനൊഴിക്കേണ്ട ആവശ്യമുണ്ട്. എന്തിനാണ് ഇതിനെയൊക്കെ സംസാരിച്ച് ചളിയാക്കി സ്വയം പേര് അതിലിട്ടത്? ഇതൊരു ചോദ്യം. കാരണം പറഞ്ഞ വാക്ക് പാലിക്കുന്നവരാണല്ലോ മലയാളികൾ. ചിന്തിക്കുമ്പോഴും പറയുമ്പോഴും ഒറ്റത്തവണ ചിന്തിക്കുന്ന പിഷാരടി നിങ്ങളൊരു MLA ആണ്. അതും പിഷു എന്ന് പറഞ്ഞ് വേദാമിനും പറയുമ്പോൾ ഒരു നിലയും വിലയില്ലാത്ത വർത്തമാനങ്ങളാണ് പിഷാരടിയോട് ആര് പറയുന്നത്? ശ്വേതാമനുവിൻ്റെ അടുത്ത വോർഡുകളിൽ പറയുന്നത്. എന്ത് ഒരു MLAയോട് സംസാരിക്കും, MLA തിരിച്ച് റിപ്ലൈ കൊടുക്കും. പക്ഷേ ഞാൻ പറയുന്നത് ഇവന്മാർക്കൊന്നും ഈ അമ്മ സംഘടന നോക്കി നടത്താൻ അറിയത്തില്ലെന്നേ. അടുത്ത ഓഡിയോ ക്ലിപ്പ് കണ്ട ചിരിച്ച് കൗണ്ടർ അടിക്കും. നമുക്ക് അതും കൂടി നോക്കാം. എന്തിനാണ് ഈ കുറച്ച് കുറ്റാരോപിതരായ ആൾക്കാർ മാത്രം ഒച്ചപ്പുണ്ടാക്കിയത്? തുളസി അങ്കിൾ നമുക്ക് വേണ്ടി പറഞ്ഞപ്പോ അങ്കിളുടെ കയ്യിൽ മൈക്ക് എന്തിനാണ് സിദ്ദിഖ വലിച്ചത്? അനൂപ് ചന്ദ്രൻ എന്തിനാ അടിക്കാൻ പോയത്? എന്തിനാണ് മല്ലിക സുകുമാരൻ ആന്റിന്റെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ച് വലിച്ചത്? ബാബുരാജ് ഏട്ടന്റെ കണക്കിൽ ഒരുപാട് കുറ്റങ്ങളുണ്ട്. നമ്മൾ ഫോറൻസിക് ഇന്റർണൽ ഓഡിറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ് ആരും ചെയ്യാൻ സമ്മതിക്കാത്തത്? നമ്മൾ ഇപ്പോഴും പറയാം ഓഡിറ്റ് ചെയ്യണം, എല്ലാം ഓഡിറ്റ് ചെയ്യണം. നിങ്ങളെ സംസ്കാരം കൂടി ഒന്ന് ഓഡിറ്റ് ചെയ്യണം. അല്ലല്ല, കമ്മിറ്റിക്ക് അല്ല, ബാബുരാജ് ഏട്ടൻ അത് മറ്റേ മിനിറ്റ്സിൽ എഴുതി തരണം. ബാബുരാജ് അവിടുന്ന് കൊഞ്ഞുപോയി. അയാള് കളം വിട്ടു. അയാളിന് തിരികെ വരൂ. അക്കൗണ്ടിനെ തിരുത്തുക, അക്കൗണ്ടിനെ പെരുമാറ്റുക, അക്കൗണ്ടിനെ നേരാക്കുക, ഇതൊക്കെ ഒരു അമ്മ സംഘടന പ്രസിഡന്റിന്റെ പവറിലാണ് നടക്കുന്നത്. അമ്മ സംഘടനയിൽ പ്രസിഡന്റായി പോയിട്ട് അവിടെ ഇരുന്ന് ചളിയടിച്ചാൽ പോരാ. അമ്മ സംഘടനയിലെ ദുരിതാശ ഫൗണ്ടേഷന്റെ കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്ത് അക്കൗണ്ട് ചെയ്ത് അവിടെ കമ്മിറ്റി രൂപീകരണത്തിൽ ബോർഡ് മീറ്റിംഗിൽ കൊണ്ടെത്തിക്കുകയാണ് ശ്വേതാമേനോന്റെ ഡ്യൂട്ടി. അവിടെ നടത്തുന്ന എല്ലാ കാര്യങ്ങളും നിലനിർത്താനാണ്, ആ സംഭവങ്ങളൊക്കെ ഇല്ലാതാക്കാനാണ് ശ്വേതാമേനോനെ അമ്മ പ്രസിഡന്റിലെത്തിയത്. എന്നിട്ടോ പുല്ല് പോലെ ഇറങ്ങിപ്പോയി. അതുപോലെ ചെയ്യാമായിരുന്നു നിങ്ങൾക്ക്. ഭാരവാഹികളെ നിലക്ക് നിർത്താൻ നിങ്ങൾക്ക് നട്ടലുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്നിരിക്കും എന്നായിരുന്നു. പക്ഷെ തിരിച്ചു വന്ന് പറയുന്ന ഓഡിയോ ക്ലിപ്പിനൊന്നും ഒരു സുതാര്യതയുമില്ലാതെ. കാരണം പബ്ലിക് അറിയാൻ, ജനങ്ങൾ അറിയുകയാണ് നിങ്ങൾ ഇത്രയ്ക്കും വിവരം കിട്ടവരാണ്, വിവേകമില്ലാത്തവരാണ്. കാരണം ഇതൊക്കെയാണ് നമ്മുടെ അമ്മ സംഘടനയിൽ നടക്കുന്നത്. തകർന്നു പോകും, വിഷയമേ തകർന്നു പോകും. സംഘടന തകർന്നാൽ കിട്ടുന്ന ഫൗണ്ടേഷൻ എന്ന പാവങ്ങൾക്ക് വേണ്ടി ഒരു പണം നമുക്ക് കിട്ടിയാൽ എത്ര നല്ലത്. ഞാനൊരു മെമ്പർഷിപ്പ് കാർഡ് എടുത്തിട്ടുണ്ട്. എന്തടിസ്ഥാനമാണ് പറയുന്നത്? കാരണം രാജ്യത്ത് ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രി സംഘടന നിലനിൽക്കേണ്ടത് ഓരോ ഹ്യൂമൻ്റെയും അവകാശം. അവർക്ക് നിലനിൽപ്പിൻ്റെ ആവശ്യം, ആ മെമ്പേഴ്സിൻ്റെ അവകാശം. അവർക്ക് നിലനിൽക്കണം. അവരുടെ ജീവിതം കഞ്ഞി പയറിലും ഒതുങ്ങിപ്പോരുത്. അവർ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ് ഫൗണ്ടേഷൻസ് ഇതുപോലുള്ള സംഘടനയും തുടങ്ങി. സർക്കാർ നയങ്ങൾ തന്നെയാണ് ഇവിടെ നടത്തുന്നത്. അല്ലാതെ നിങ്ങളെ മാത്രം വീട്ടിലിരിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്ത് മുംബൈയിലല്ല, ഇത് കേരളത്തിലാണ് അമ്മ സംഘടന. മുംബൈ കഥയൊന്നും ഇവിടെ വിളിച്ചു ഭർത്താവിൻ്റെയും ഭാര്യയുടെയും വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടല്ല.
അമ്മ സംഘടനയിലും വരാൻ പോകുന്ന സിനിമകളുടെയും അതിൽ നിന്ന് കിട്ടുന്ന പണത്തിൽ നിന്നും മൂല്യവും ദാനവും എല്ലാം അക്കൗണ്ടിങ് ചെയ്ത് നിങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഫൗണ്ടേഷനും സാധാരണക്കാർക്ക് എത്തിക്കൊടുക്കുന്ന മരുന്നുകളുടെയും കണക്കുകളുടെയും വിപുലീകരിക്കാനാണ് നിങ്ങൾ അമ്മ സംഘടന ഉണ്ടാക്കുന്നത്. പണ്ട് 1991 കാലഘട്ടത്തിൽ സൃഷ്ടിച്ച അമ്മ സംഘടന ഇന്ന് തകർന്നു. ഇനി ഇത് കോടതിയിലെത്തിയാലും നിലനിൽക്കില്ല. ഇതിന് ഭാരവാഹികളില്ല. ഇത് സംഘടനയെ നയിക്കാൻ അടിത്തറയില്ല. ജനങ്ങൾ പലതും പറയും. ജനങ്ങളിലെ വായി കേൾപ്പിക്കാനല്ലല്ലോ നിങ്ങൾ സംഘടന തുടങ്ങി. നിങ്ങളും നിങ്ങളുടെ സംഘടനയിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ജീവിച്ച് വളരാതെ സങ്കടപ്പെട്ടിരിക്കുന്ന നമ്മളെപ്പോലുള്ള ആർട്ടിസ്റ്റുകളെ അടിച്ചൊഴിക്കുക, അവരുടെ ദാരിദ്ര്യം കൊണ്ട് നിങ്ങൾക്ക് ചിരിക്കാനുള്ളൊരു വകയുണ്ടാക്കുകയാണ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ ഇൻഡസ്ട്രിയെ ഇല്ലാതാക്കാനുള്ള കളിയല്ലേ. എന്നിട്ടൊരു ഇമോഷണൽ മാന്യതയുടെ മുഖം നിങ്ങൾ ഇല്ലാതാക്കുന്ന അവസ്ഥ. തുഷാരടിക്ക് എന്ന് പറഞ്ഞ MLA മാന്യതയെ തള്ളിക്കളിയല്ലേ ചെയ്യാൻ. എന്താണ് അതിൻ്റെ പ്രശസ്തി? എന്താണ് അതിൻ്റെ കാഠിന്യം? ഓർത്തിട്ടുണ്ടോ ശ്വേതാമേനോനും തുഷാരടി? അത് ഓർത്തുമ്പോൾ മീഡിയയെ കാണാൻ അവർ നിൽക്കില്ല. അവരൊഴിഞ്ഞു മാറും. അവർക്കതിൽ നിന്ന് മറുപടി പറയാനില്ല. ഞാൻ പറയുന്നത് ഇത്രക്കേ ഉള്ളൂ. വിവരവും വിവേകവും ആർട്ടിസ്റ്റും എന്താണ് ഇവർക്ക്? നിലപാടില്ല, വ്യക്തിയില്ല, നിഷ്പക്ഷ നിലപാടില്ല, ഒന്നും ഇല്ലാത്തവരെ അമ്മ സംഘടനയിൽ ഒരിക്കലും കൊണ്ടുവരരുത്. ഏത് കാര്യത്തിലായാലും നമ്മൾക്ക് വേണ്ടത് സംഘടനയുടെ നിലനിൽപ്പാണ്. സംഘടന നയിക്കലാണ്. സംഘടന രൂപീകരിച്ച ഫൗണ്ടേഷൻ കൊടുക്കലാണ്. അതാണ് അതിൻ്റെ അടിസ്ഥാനം. മറ്റെല്ലാ കാര്യവും വോയിസ് വിട്ടതും ക്ലിപ്പ് പുറത്തായതും ഒക്കെ നിങ്ങളും അറിയാതെ പോയി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആർക്കെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ തമ്മിൽ തെളിക്കാനുള്ള ഏറ്റവും വലിയൊരു പോരാട്ടത്തിൻ്റെ അടിയാണത്. ആ അടുക്ക് നിങ്ങളെ തകർക്കാം. മതി ശ്വേതാമോഹൻ തിരിച്ചു വരരുത് എന്ന് പറയാം. ഇതാണോ ഷോയിലുള്ള കൗണ്ടർ? പിന്നെ ശ്വേതാമോഹൻ അടുത്ത ഉമ്മ വെക്കൽ അത് കണ്ടാൽ തന്നെ ഒരാളും ശ്വേതാമോഹൻ ഇരുന്നില്ല. ഒരു ഷോയിൽ നമുക്കെല്ലാം ഒരു ഷോയിൽ ശ്വേതാമേനൻ പിഷാരടി ഉമ്മ വെക്കുന്ന സീനാണ്. പിഷാരടും ശ്വേതാമ്പനും നട്ടിക്കുന്ന ഫോൺ സംഭാഷണം അത് നമ്മൾ കേട്ടു. ഓഡിയോ പുറത്ത് പിഷാരടിക്ക് വേദന പിഷാരടിക്ക് സംഘടനയെ കണ്ടുപിടിക്കുന്ന ജനങ്ങൾക്കാണ്. ഇവരാണല്ലോ തലപ്പത്തിരുത്താൻ നോക്കിയത്. അഡോ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു താൽക്കാലിക കമ്മിറ്റി കൊണ്ട് അവകാശവും അധികാരവും ഇല്ലാതെ ഒരു അഡോ കമ്മിറ്റി ഉണ്ടാക്കി സംഘടനയെ വേർതിരിച്ച് രണ്ടിലേക്ക് വലിച്ചു കീറി പൊട്ടിക്കാനുള്ള പുതിയൊരു തന്ത്രം. സംഘടനയുടെ അകത്തുള്ളവർ തന്നെയാണ് ചെളിവാരി എറിയുന്നത്, പുറത്തുള്ളവരല്ല. മീഡിയയല്ല, സോഷ്യൽ മീഡിയയല്ല, വാർത്താമാധ്യമങ്ങളല്ല, നിങ്ങൾ തന്നെയാണ് ചെളിവാരി എറിയുന്നത്. മുഖത്ത് ആന സ്വന്തം ചെളിവാരി മുഖത്ത് ചാർത്തുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ കുഴി കൊണ്ടുകയാണ്. എന്തിനാണ് ഇങ്ങനെയൊക്കെ? എന്തിനാണ് സമൂഹത്തെ ഇങ്ങനെ വില കുറഞ്ഞതാക്കുന്നത്? ജനം തിരിച്ചറിയുക നിങ്ങളുടെ വിവേകം. ഞാൻ പറയുന്നത് അസ്വസ്ഥതയും നിലപാടുകളും മനുഷ്യത്വവുമുള്ളൊരു നാടാണെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നൊരു നിലനിൽപ്പിനെ ഇല്ലാതാക്കരുത്. പാവപ്പെട്ടവരുടെ അന്നം ഇതിൽ നിന്ന് കിട്ടുമെങ്കിൽ ആ അന്നം മുട്ടിക്കാനുള്ള ഒരു പ്രസിഡന്റോ സംഘടനയോ ആവശ്യമില്ല. അത് അവരുടെ കൈകളിൽ കൊടുത്താൽ അത് സ്വീകരിക്കുന്നു ജനങ്ങൾ.
എന്നിട്ട് ഈ അമ്മ സംഘടന എന്ന് പറയുന്ന സംഘടനയെ ഇല്ലാതാക്കി നിങ്ങൾ മറ്റൊരു സംഘടന തുടങ്ങേണ്ട സമയമായി. പുതിയ സംഘടന തുടങ്ങുക. യൂത്ത് സംഘടനയായാലും പഴയ സംഘടന നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ നാഥനില്ല, സംഘടനയ്ക്ക് നാഥനില്ലല്ലോ. നാഥനില്ലാത്ത സംഘടനയാണ് ഇവിടെ താമസം. പുച്ഛിച്ചുകൊണ്ട് പറയുകയല്ല, സങ്കടം കൊണ്ട് പറയുകയാണ്. അനിശ്ചിതത്വം, കാരുണ്യം കിട്ടേണ്ട സ്ഥലത്ത് അഡോ കമ്മിറ്റി കൊണ്ടും വലിയ കാര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു സംഘടന കൊണ്ട് രൂപീകരണം? സംഘടനാ രൂപീകരണം എന്ന് പറഞ്ഞാൽ അഡോ കമ്മിറ്റിയുടെ പ്രശസ്തി എവിടെ പോകും? പുതിയ വരുന്ന സംഘടനകൾക്ക് എന്ത് ബലമാണ് ഈ അമ്മ സംഘടന തകർന്നു പോയാൽ കിട്ടുന്നത്? അതുകൊണ്ടാണ് ഈ സംഘടനയുടെ ഭാഗമാണ് എങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾ ചെയ്യുന്നത് ചെയ്ത് പാവങ്ങളോടും വരും തലമുറകളോടുമാണ്. നിങ്ങൾക്കിതിന് മാപ്പില്ല. തിലകൻ പറഞ്ഞതുപോലെ മാപ്പില്ലാത്ത കളിയിലേക്ക് നിങ്ങൾ കാല് വെച്ച് കഴിഞ്ഞു. ആ കാല് തിരിച്ചെടുത്ത് വെക്കാൻ പുറകോട്ട് സമയം നിങ്ങൾക്ക് തരില്ല. നിങ്ങളുടെ സമയം ഇവിടെ നിശ്ചലമായി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് പ്രായോഗിക ബുദ്ധി കൊണ്ട് ഉപയോഗിക്കാനേ കഴിയും. നിലനിൽപ്പിലുള്ള പ്രായോഗിക ബുദ്ധി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിലനിൽപ്പുള്ള ബുദ്ധി. പിന്നിലേക്ക് സൂര്യൻ ഉദിക്കുകയോ പിന്നിലേക്ക് സമയം മാറിത്തരികയോ ഇല്ല. നിങ്ങൾ മുന്നോട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് അമ്മ എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ചുള്ള രൂപീകരണത്തെക്കുറിച്ച്. സംഘടനകൾ കൊണ്ട് ബെനിഫിറ്റാണ് ആർക്ക്? നിങ്ങൾക്ക്. സംഘടനയെ അകത്തുന്ന തീരാ കണ്ണീരിൽ നമ്മളെപ്പോലെയുള്ള പാവ ആർട്ടിസ്റ്റുകൾക്ക് അന്നം കിട്ടുന്നുണ്ടോ, അവരുടെ കയ്യിൽ പണം കിട്ടുന്നുണ്ടോ, അവർക്ക് ദിവസക്കൂലിയെങ്കിലും കിട്ടുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ അന്വേഷിക്കണം. അവർക്കൊരു വർക്ക് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ സംഘടനകളൊന്ന് കണ്ടെത്തുകയും പറ്റും. കാരണം ഇത് പുതിയ തലമുറക്കും ആവശ്യമുള്ള കാര്യമാണ്. ഇതുപോലെയുള്ള വേസ്റ്റഡ് പ്രസിഡൻസിനെയൊക്കെ താങ്ങി നിർത്താൻ ഈ കേരള ജനതയ്ക്ക് മടുപ്പ് തോന്നും. അവർക്ക് ഇവരെ താങ്ങി നിർത്തേണ്ട ആവശ്യമില്ല. മുംബൈയിൽ പോകുന്നവർ മുംബൈയിൽ പോട്ടടോ. മുംബൈയിൽ നിന്ന് വ്യക്തി കേരളത്തെ നയിക്കേണ്ട ആവശ്യമില്ല. കേരളത്തിൽ നിന്ന് കേരളത്തെ നയിക്കുക. ഇന്ന് തമിഴ്നാട്ടിൽ പോയി ഞാൻ മലയാളിയായിരുന്നു, മലയാളിയാണ് എന്ന് പറയുമ്പോഴാണ് നമ്മളെ അമ്മ സംഘടനയ്ക്ക് ബലം. ജയറാം തമിഴ്നാട്ടിൽ പോയിട്ട് ഞാൻ മലയാളിയായിരുന്നു എന്ന് പറഞ്ഞാൽ മലയാളിയാണ് എന്ന് പറഞ്ഞാലേ മലയാളിയാണ്. മലയാളി അല്ലെങ്കിൽ പിന്നെ അയാൾ മലയാളത്തിൻ്റെ ഒരു കാര്യത്തിന് ക്ഷണിക്കരുത്. മലയാളത്തിൽ അവർക്ക് ചാൻസ് കൊടുക്കരുത്. ചാൻസ് കിട്ടാൻ കാത്തിരിക്കുന്ന പുതിയ വ്യക്തികൾക്ക് കൊടുക്കുക. വേണ്ടാത്തവരെ തള്ളിക്കള. ഇമേജ് തകർക്കാൻ വീണ്ടും അവരെ ക്ഷണിക്കരുത്. ഇട്ടുകളയണം. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു താരത്തെ നിങ്ങൾ കൈക്കുമ്പിളിലാണ് നടക്കുന്നെങ്കിൽ ആ കൈക്കുമ്പിളിലെ ഒരു ബഹുമാനം നിങ്ങൾ കൊടുത്തിട്ടില്ല. മോഹൻലാൽ അവിടെ നിൽക്കണമെങ്കിൽ നിങ്ങളാരും അവരെ കോടതി വരെ ഫൈറ്റ് ചെയ്തെങ്കിൽ മാറിയ കളിയാണ്. കോടതിയിൽ വരെ എത്തിക്കാൻ അമ്മ സംഘടന തുനിയരുതായിരുന്നു. ദിലീപിൻ്റെ ഇഷ്യൂ, എല്ലാ ഇഷ്യൂവും കൂടി വലിയൊരു കൂമ്പാരത്തിൽ കെട്ടിയ കെട്ടുപോലെ അത് നിങ്ങളുടെ തോളിലിരിക്കുകയാണ്. സിദ്ദീഖ്, എല്ലാവരും ഇപ്പോൾ ഫൈറ്റാണ് നടക്കുന്നത്. ആ ഫൈറ്റ് നിങ്ങൾക്കൊരു ദുരന്തമാവുന്ന അവസ്ഥയാണ്. ബാബുരാജ് കണക്ക് നോക്കിയിൽ കണക്കിൻ്റെ പ്രശ്നങ്ങളെ തിരുത്താൻ ശ്വേതാമോഹനെ നോക്കണം. പുതിയ പ്രസിഡന്റാണ് അതിൻ്റെ നിലനിൽപ്പ്. പഴയ പ്രസിഡന്റ് പോയി, പുതിയ പ്രസിഡന്റിനാണ് നിലനിൽപ്പില്ല. ആ പ്രസിഡന്റ് അതൊക്കെ ചെക്ക് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. ബോർഡിംഗ് മീറ്റിംഗ് അതോ കമ്മിറ്റിയിൽ പറയാൻ ചങ്കൂറ്റം കാണിച്ച് നിഷ്പക്ഷ നിലപാടിനുള്ള ഉത്തരവ് കൊടുക്കാൻ തൻ്റെ ഇടം കാണിക്കണം. ഇതൊന്നും ഇനി പ്രശസ്തിയില്ല, കാര്യമില്ല.
ആർക്കും തിരുത്തി തരാൻ പറ്റും. നിങ്ങൾ തിരുത്തുക. ബൈ.